നമുക്കിന്ന് 2 പ്രോഗ്രാമുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോഗ്രാമിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ദേശസേവിനി വായനശാല ഒരുക്കുന്ന ഓട്ടോഗ്രാഫ് എന്നൊരു പ്രോഗ്രാമാണിത്. അതായത് ഇത് കുറച്ച് ബുക്സ് പ്രകാശനം, അതുപോലെ തന്നെ ഇതിപ്പോൾ വിനീതേച്ചിയാണ്, നമ്മുടെ അപ്പൂൻ്റെ അമ്മയാണ്. അപ്പം വിനീതേച്ചിക്ക് ഓൾ കേരള വുമൻസ് റണ്ണിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് പ്രൈസ് വിത്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇഫ്താർ മീറ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ദേശസേവിനി ഗ്രന്ഥാലയം ഒരുക്കുന്ന ഒരു ഇഫ്താർ മീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു, നമ്മുടെ നാട്ടുകാർ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അത് സജീവനാണ്. ഇവരൊക്കെ ഇതാ ഇഫ്താറിൻ്റെ ആ ഒരു നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ഷൈജേട്ടൻ ആ കട്ട് ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇതൊക്കെ അരക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടേബിൾ റോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് തുടങ്ങുന്നതിൻ്റെ. ഷൈജേട്ടൻ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഹിമോനും പിന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിതാ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഓൾമോസ്റ്റ് ഈ ടേബിളിൽ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കാരക്ക പിന്നെ വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഓരോരുത്തർ വന്നു ഇരിക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതാ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും ഇതാ ഈ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. കുട്ടികൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പു അങ്ങനെയുള്ള കുറച്ച് പേര് ഇവിടുത്തെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അഹിമോനത് അവരുടെ കൂടെ കളിയോട് കളിയാണ്. നമ്മളിവിടെ ലേഡീസ് കുറച്ച് ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നോമ്പ് തുറക്കാനുള്ള ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോമ്പ് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ നമ്മളും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കൊരു പ്ലേറ്റിൽ കട്ട് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതാ സൈഡിൽ നിന്ന് നമ്മളും നോമ്പ് തുറന്നു. അങ്ങനെ കട്ട് ഫ്രൂട്ട്സിൻ്റെ പ്ലേറ്റ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അതിൻ്റെ അകത്ത് കിട്ടിയ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വത്തക്ക ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, കാരക്ക ഉണ്ടായിരുന്നു, ഗ്രേപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അഹിമോനും ഇത് അവിടുന്ന് സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോമ്പ് തുറന്നവരൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് ആണുങ്ങളൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. നിയർ ബൈ ആണ് പള്ളി. അപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അവർ പോയപ്പോഴത്തേക്ക്. അങ്ങനെ മെയിൻ കോഴ്സിലേക്ക് കടന്നിട്ടുണ്ട്. മെയിൻ കോഴ്സായിട്ട് നമുക്ക് ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് അവരിവിടെ കൊണ്ടുവച്ചതാണ്. അപ്പോൾ നമ്മൾ വേണ്ട, നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അഹിമോനും ഞാനും പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളമൊക്കെ കുറേ കുടിച്ചു. അതുകൊണ്ട് അവന് ബിരിയാണി ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിച്ചിട്ട് അവിടെ മൂടി വെച്ചിരിക്കും. ഇനി വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവിടെ വെച്ച് നിൽക്കുകയാണ് ആൾ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടേട്ടനാണ് കേട്ടോ, അപ്പൂൻ്റെ അച്ഛനാണ്. അപ്പോൾ ഞങ്ങളിതാ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് തരിക്കഞ്ഞിയാണ് കേട്ടോ. അങ്ങനെ അടിപൊളി ഇഫ്താർ മീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.